ഈ കൊലപാതകത്തെ ന്യായീകരിക്കുകയാണോ ജസ്റ്റിസ് കെമാൽ പാഷ? താങ്കൾ ന്യായീകരിക്കുന്ന രീതിയിലാണോ? ഈ വീട്ടിലെയാണ് പോയത്, പ്രാർത്ഥിക്കാനൊന്നും അല്ലല്ലോ. ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാനും സാധിക്കുമ്പോൾ അവർ ഈ ഗ്രീഷ്മയ്ക്ക് ഇമ്മച്യൂരിറ്റി ഒന്നും ഇല്ലായിരുന്നു. PG ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് MA പാസ്സായ കുട്ടിയാണ്. അപ്പം അതേ അറിയുള്ളൂ. അതിന് ലോകപരിചയമൊന്നും ഉള്ളതല്ല. അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ വിളിച്ചു വരുത്തി ഒരുത്തന് വിഷം ഒഴിച്ചു കൊടുക്കും. കാരണം ഇത് മൈൻഡ് അങ്ങനെയാണ് സാർ, അതുകൂടി കാണേണ്ടതല്ലേ? ആ മൈൻഡ് അങ്ങനെയാണ്. ഒരു കൊലപാതകം നടത്തുന്നതിന് മടിയില്ല. അതാണ് കോടതി അടുത്തതായി നിരീക്ഷിച്ചിട്ടുള്ളത്. അത് കൃത്യമായിട്ട് പറയുന്നുമുണ്ട്. അത് സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനിയും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തുകൂടാ എന്നില്ല എന്ന്, അതായത് മാനസാന്തരത്തിനുള്ള സാധ്യത ഇല്ല എന്നാണ് കോടതിയുടെ ആ നിരീക്ഷണം വന്നിരിക്കുന്നത്. കാണുന്നവനെല്ലാം വിഷം ഒഴിച്ചു കൊടുക്കും. ഞാൻ പറയുന്നത് സമൂഹത്തിൽ ഇറങ്ങിയ ഇത് കാണുന്നവർക്കെല്ലാം വിഷം ഒഴിച്ചു കൊടുക്കുമോ? അപ്പൊ ഈ വീട്ടിലെയാണ് പോയത്, പ്രാർത്ഥിക്കാനൊന്നും അല്ലല്ലോ. അത് നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഇങ്ങനൊരു സംഭവം, ഈ കുട്ടിക്ക് ഇയാളെ ഒഴിവാക്കണം, ഇവൻ പോകത്തില്ല. ഇത് വലിയ ശല്യമായി കഴിഞ്ഞപ്പോൾ ഇതങ്ങ് ചെയ്തതാണ്. ഇതാണ് കാര്യം. അത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, ഇമ്മച്യൂർ മൈൻഡിൻ്റെ ഒരു ക്രൈമാണത്. കാരണം ഇത് നല്ല രീതിയിൽ ഇത് ആലോചിച്ച് ചെയ്യാനുള്ള സാവകാശമൊന്നും അതിനില്ല. അവസാനം ഇതൊക്കെ നോക്കി ആദ്യം പാരസെറ്റമോൾ എടുത്ത് കൊടുത്തു. പാരസെറ്റമോൾ കഴിച്ചാൽ ആരെങ്കിലും മരിക്കുമോ? ഇല്ല. അതിനറിയില്ല. അത് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ കീടനാശിനി പ്രയോഗം വന്നത്. ഇതും കഴിഞ്ഞിട്ട് ഈ കുട്ടി തന്നെ ആത്മഹത്യ ചെയ്യാനാണ് ഈ ലൈസോൾ എടുത്ത് കുടിച്ചത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ആ മെച്യൂരിറ്റി ഓഫ് മൈൻഡ് ഇതിനില്ല. ഒരു ഇമ്മച്യൂർ മൈൻഡിൻ്റെ എല്ലാ ലക്ഷണങ്ങളും വെളിവാക്കുന്നുണ്ട്. ഈ കൊലപാതകത്തെ ന്യായീകരിക്കുകയാണോ ജസ്റ്റിസ് കെമാൽ പാഷ? താങ്കൾ ന്യായീകരിക്കുന്ന രീതിയിലാണോ? നോ. കൊലപാതകം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ, കൊലപാതകം ഞാൻ ന്യായീകരിക്കല്ല. അയാളെ കൊല്ലാൻ പാടില്ല, കൊല്ലണം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ വധശിക്ഷ കൊടുക്കണോ വേണ്ടേ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാതെ അയാളെ കൊല്ലണോ വേണ്ടേ എന്നുള്ളതല്ല. ജീവപര്യന്തം തടവ് വേണോ അതോ വധശിക്ഷ വേണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരിക്കലും ഒരു റയറസ്റ്റ് എമംഗ് റയർ ആവത്തില്ല. ഇത് ഹൈക്കോടതിയുടെ അനുമതി കൂടി വേണമല്ലോ. അത് താങ്കൾ പറയുന്നത് മേൽക്കോടതിയിൽ നിൽക്കാനുള്ള സാധ്യത കുറവാണെന്നല്ലേ? അത് ഞാനിനി അതിനകത്ത് ഊഹിച്ച് പറയാൻ പാടില്ല. ഞാനൊരു ന്യായാധിപൻ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഒരു സ്പെക്കുലേഷൻ എനിക്ക് എടുക്കാൻ പാടില്ല. പക്ഷേ കോടതി പരിഗണിക്കേണ്ട വിഷയമാണ് അതൊക്കെ. ഇപ്പോൾ ഇത് അപ്പീൽ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കൺഫർമേഷൻ പ്രൊസീഡിങ്സ് 366 വകുപ്പ് അനുസരിച്ചുള്ള പ്രൊസീഡിങ്സ് ഹൈക്കോടതി DR ആയിട്ട് എടുക്കും. ആ DR ഒരു ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുമ്പോൾ ഇത് ഒരു അപ്പീലിൽ പരിഗണിക്കേണ്ട എല്ലാ കാര്യങ്ങളും അതിനകത്ത് കോടതി പരിഗണിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയത്തില്ല, ഇനി ഞാനാണെങ്കിൽ ഇത് കൊടുക്കുകയില്ല ഡെത്ത് പെനാൽറ്റി ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. ഞാൻ ഒരുപാട് കേസ് കൊടുത്തുള്ളവനാണ്. പക്ഷേ ഇതിനകത്ത് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. കെമാൽ പാഷ, ഡോക്ടർ നിഷ നജുമുദ്ദീൻ, താങ്കളുടെ അഭിപ്രായം എന്താണ് നെയ്യാറ്റിൻകരയിലെ ഈ കേസിൽ? ഒത്തിരി എതിരെ ഡിസഗ്രി ചെയ്യുന്നു സർ. വളരെ ബഹുമാനത്തോട് തന്നെ ഞാൻ അതിനെ എതിർക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇമ്മച്യൂരിറ്റി ഓഫ് മൈൻഡ് ഹസ് ലെഡ് ടു എ ക്രൈം എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഈ ഇമ്മച്യൂരിറ്റി എന്ന് പറയുമ്പോൾ പ്രേമിക്കാനും കല്യാണം കഴിക്കാനും കുങ്കുമം തൊടാനും വീഡിയോ എടുക്കാനും ആളെ വിളിച്ചു വരുത്താനും ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാനും സാധിക്കുമ്പോൾ അവർ ഈ ഗ്രീഷ്മയ്ക്ക് ഇമ്മച്യൂരിറ്റി ഒന്നും ഇല്ലായിരുന്നു. മദ്രാസ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു ഇടത്ത് നിന്ന് റാങ്ക് മേടിച്ചു പഠിച്ചു. ഒരു കേരളത്തിൽ നിന്ന് ഇത്രയും ദൂരത്തിൽ സ്ഥലത്ത് പോയി പഠിക്കുകയും അവിടെ റാങ്ക് മേടിക്കുമ്പോൾ ഇതൊക്കെ ഇമ്മച്യൂരിറ്റി കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണോ? ബാക്കി എല്ലാ കാര്യത്തിലും മെച്യൂരിറ്റി ഉണ്ട്. ഒരു ക്രൈം ചെയ്തപ്പോൾ ഇമ്മച്യൂരിറ്റി കൊണ്ടാണ് ആ കുട്ടിയെ ചെയ്തതെന്ന് പറയുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരാളെ കൊന്നു കഴിഞ്ഞതിന് ശേഷം, അതും വളരെ ഇവിടെ വന്നിട്ട് അറിയാത്ത ഒരാളെ അല്ലെങ്കിൽ പരിചയമില്ലാത്ത ഒരു വ്യക്തി അല്ല അവൾ ചെയ്തിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് ബ്രില്യന്റ് ക്രൈം, ബ്രില്യന്റ് എക്സിക്യൂഷൻ ഓഫ് എ ക്രൈം, ആൻഡ് ദാറ്റ് ടു വളരെ പ്രീ പ്ലാൻഡ് ആയിട്ട് തനിക്ക് കൊല്ലണമെന്ന ഉദ്ദേശത്തോട് കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കുട്ടിയെ കോൺട്രോൾ ചെയ്തു, എന്നെ കോൺട്രോൾ ചെയ്തു, എന്റെ വീഡിയോസ് കാണിച്ചിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നൊക്കെ തന്നെ ഇവിടെ കമാൽ പാഷ സാർ പറഞ്ഞു. പക്ഷെ ഞാൻ ചോദിക്കട്ടായോ, ഈ ഒരു സോഷ്യൽ മീഡിയയിലെ ഒത്തിരി അധികം ആക്റ്റീവ് ഒരു പെൺകുട്ടിയും ആ ഫോണും കാര്യങ്ങളും ഒക്കെ തന്നെ യൂസ് ചെയ്യുന്നു. സ്ഥലകാല ബോധം ഇല്ലാത്തൊരു പെൺകുട്ടിയൊന്നും അല്ലല്ലോ. പോലീസിൽ പരാതിപ്പെടാം, തന്റെ വീട്ടുകാരെ അറിയിക്കാം. അപ്പൊ ഈ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന അവനെതിരെ ഒരു പരാതി കൊടുക്കുന്ന അത്ര നേരമൊന്നും എടുക്കത്തില്ല. അപ്പൊ കൊല്ലാൻ വേണ്ടി പ്രീ പ്ലാൻ ചെയ്ത് നെറ്റിൽ സെർച്ച് ചെയ്യുകയും എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യണം എന്നൊക്കെ ചെയ്യാൻ കഴിവുള്ള ഒരു കുട്ടിക്ക്, ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല? സോ ഗ്രീഷ്മ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി അല്ലെങ്കിൽ ഗ്രീഷ്മ എന്ന് പറഞ്ഞ സ്ത്രീ നമ്മുടെ സ്ത്രീ സമൂഹത്തിന് മാത്രമല്ല മനുഷ്യ കുലത്തിന് തന്നെ ഒരു കളങ്കപ്പെട്ട ഒരാളാണ്. ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോ ആർജിക്കർ കൊൽക്കത്ത കേസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലൈഫ് ഇംപ്രിസ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു സഞ്ജയ് റോയ് എന്ന് പറഞ്ഞ പ്രതിക്ക്. പക്ഷെ അവിടെ ഡെത്ത് പെനാൽറ്റി വേണമെന്നും കമാൽ പാഷ സാറിന്റെ ഒരു പ്രീവിയസ് വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു. അത് വളരെയധികം ശരിയാണ് സർ. അവിടെ നടന്ന കാര്യം എന്തുകൊണ്ട് ഇവിടെ നടന്നുകൂടാ? അപ്പൊ ഇവിടെ ഇമ്മച്യൂരിറ്റി എന്ന് പറഞ്ഞൊരു ഫാക്ടർ കൊണ്ട് ഗ്രീഷ്മയ്ക്ക് കൊടുത്ത ഒരു വിധി അല്ലെങ്കിൽ എന്താ പറയാ
ഡെത്ത് പെനാലിറ്റി ഒട്ടും തന്നെ ശരിയല്ല എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇവിടെ ഒരു രണ്ട് വ്യക്തികൾ തമ്മിലൊരു ബന്ധമായിരുന്നു. അവിടെ ഫിസിക്കൽ ഇന്റിമസി ഉണ്ട്, ഇമോഷണൽ ഇന്റിമസി ഉണ്ട്, മെന്റൽ ഇന്റിമസി ഉണ്ട്, എല്ലാം തന്നെയുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ റേറസ്റ്റ് കേസ് തന്നെയാണ് ഇതെന്ന് ഞാൻ വളരെ വളരെ ശക്തമായിട്ട് തന്നെ പറയുന്നു. ഇതൊരിക്കലും അപൂർവങ്ങളിൽ അല്ലെങ്കിൽ അത്യപൂർവമായ ഒരു കേസ് അല്ല എന്ന് പറയാൻ ഏത് രീതിയിൽ കഴിയും? അപ്പൊ ഇത്രയും മാത്രമല്ല ഇതിൽ കോടതി നിരീക്ഷിച്ചിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. കോടതി നിരീക്ഷിച്ചത് ഈ പറയുന്ന ഷാരോൺ രാജിന് സംശയം ഉണ്ടായിട്ട് കൂടി ഷാരോൺ അത് വെളിയിൽ പറഞ്ഞില്ല. 11 ദിവസം വെള്ളം ഇറക്കാൻ പോലും പറ്റാതെ ആശുപത്രി കിടക്കയിൽ കിടന്ന സമയത്ത് പോലും ഷാരോൺ രാജ് ആ സ്നേഹത്തിന് വില കൽപ്പിച്ചു. പക്ഷേ അതേ സമയമാണ് മറുവശത്തുനിന്ന് ചതി വന്നത്. ഞാനൊന്ന് പറയട്ടെ, ഷാരോൺ രാജ് വന്ന് 100% ശരിയാണ്, അല്ലെങ്കിൽ ആ പയ്യന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ആർക്കും തന്നെ അറിയില്ല. കാര്യം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, ഈ ലോകത്ത് ആ ഒരു വ്യക്തി ജീവിച്ചിരിപ്പില്ല. പക്ഷെ ആ മരണക്കിടക്കയിൽ പോലും ആ ഗ്രീഷ്മ എന്ന് പറഞ്ഞ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുകയും ഒന്നും തന്നെ എതിരായിട്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഒരു പക്ഷേ അത് അവന്റെ ആ സമയത്തുള്ള ഒരു മാനസികാവസ്ഥ കൊണ്ടായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും ഇവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു താൻ, അല്ലെങ്കിൽ ശരി ആ പയ്യനെ കൊല്ലണം, ഒരു വിഷം കൊടുത്ത് കൊല്ലായിരുന്നു. വളരെ കൃത്യമായി പ്ലാൻ ചെയ്യുകയും താങ്കൾ പറഞ്ഞ പോലെ 11 ദിവസം പച്ചവെള്ളം പോലും കുടിക്കാതെ തന്റെ ആന്തരാവയവങ്ങൾ എല്ലാം തന്നെ നശിച്ചു പോകുന്ന രീതിയിലാണ് ഒരു മരണമാണ് അവൾ സമ്മാനിച്ചത്. അപ്പൊ ഇത്രയും ഒരു ക്രൂരകൃത്യം ചെയ്തിട്ട് ഒരു കൂസലും ഇല്ലാതെ, തനിക്ക് ഒരു ഇമോഷനും ഇല്ലാതെ ഈ പറഞ്ഞ ഇതേ ഗ്രീഷ്മ തന്നെ തനിക്ക് ലൈഫ് സെന്റൻസ് അല്ലെങ്കിൽ ഇംപ്രിസ്മെന്റ് വരുമെന്ന് പറഞ്ഞപ്പോൾ സാരമില്ല, 38 വയസ്സ് കഴിഞ്ഞാൽ ഞാൻ സ്വതന്ത്രതയാവും, ഞാൻ ഫ്രീ ആവുമല്ലോ എന്ന് പറയാൻ ഒരു ആറ്റിറ്റ്യൂഡ് പറഞ്ഞൊരു സ്ത്രീയാണ്. അപ്പോൾ എന്തുമാത്രം മനക്കട്ടിയും എന്തുമാത്രം ഒരു ഫീലിംഗ് ഓഫ് റിഗ്രറ്റ് ഓർ ഗിൽറ്റി ഇല്ലാത്തൊരു പെൺകുട്ടിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് തൂക്ക് തണ്ടാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് തൂക്ക് കയറി പോയതിൽ ഒരു തെറ്റും തന്നെ ഇല്ലെന്ന് ഞാൻ പറയുന്നത്. കാര്യം ഇവിടെ ഗ്രീഷ്മ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഇമ്മച്ചുറായ ഒരു മൈൻഡ് നമുക്ക് കാണാൻ പാടില്ല. ഇങ്ങനെ ക്രൈംസിനെ എൻകറേജ് ചെയ്യുമ്പോൾ അവിടെ ജെൻഡർ ഇല്ല. ഞാനൊരു സ്ത്രീയാണ്, നാളെ ഞാൻ കുറ്റം ചെയ്താലും അല്ലെങ്കിൽ വേറൊരാൾ കുറ്റം ചെയ്താലും കുറ്റമാണ്. അവിടെ ആണോ പെണ്ണോ എന്നില്ല, കുറ്റം തന്നെയാണ്. അത് അതിന്റെ രീതിയിൽ കാണുകയും അതിനി നമ്മുടെ സമൂഹത്ത് വളർന്നു വരുന്ന ജനറേഷൻസ് ആരും തന്നെ അത് അനുകരിക്കുകയും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരു ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ ആ രീതിയിലായിരിക്കണം. ജസ്റ്റിസ് ഡിലേഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ് എന്നാണല്ലോ പറയുന്നത്. പക്ഷെ ഇവിടെ ഡിലേ ആയി. 2020 നടന്ന കാര്യത്തിൽ 2025 വിധി വന്നു. അപ്പോൾ ഒരു പ്രോപ്പറായ വിധി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി ശരി ശ്രീ എം ആർ അഭിലാഷ്, താങ്കളുടെ വ്യൂ എന്താണ്? താങ്കളുടെ നിലപാട് എന്താണ്? ശ്രീ എം ആർ അഭിലാഷ്, ജസ്റ്റിസ് കെമാൽ പാഷയുമായി താങ്കൾ യോജിക്കുന്നോ ഇല്ലയോ? കമാൽ പാഷ സാറ് പറഞ്ഞത് വ്യക്തമായി നിയമത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള, കോടതി വിധികൾ വഴി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള നിയമം തന്നെയാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനോട് നമുക്ക് വിയോജിക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പ്രതിഷേധിച്ച് ഇപ്പൊ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോകുക, അതൊക്കെ തികച്ചും വൈകാരികമായിട്ടുള്ള പ്രതികരണമാണ്. അദ്ദേഹം പറഞ്ഞത് നിയമപരമായിട്ട് 100% ശരിയാണ് എന്ന് ചുരുങ്ങിയ വാക്കുകളിൽ എനിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയും. ഈ 1980 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ബച്ചൻ സിംഗ് കേസിൽ അപൂർവങ്ങളിൽ അപൂർവമായ ഒഫൻസിൽ മാത്രമേ വധശിക്ഷ കൊടുക്കാവൂ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അത് ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയായിരുന്നു. പിന്നീട് 1983 മച്ചി സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കേസുണ്ട്, മച്ചി സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. അവിടെ ഏതൊക്കെ തരത്തിലുള്ള ഒഫൻസസ് ആണ് ഈ അപൂർവങ്ങളിൽ അപൂർവമായി വരുന്നത് എന്നത് പ്രതിപാദിച്ചിട്ടുണ്ട്. നമുക്കൊരു പക്ഷെ ഒരു കൊലപാതകം നടത്തിയ ഒരു പുരുഷനായിക്കൊള്ളട്ടെ സ്ത്രീ ആയിക്കൊള്ളട്ടെ, അവരോട് സമൂഹത്തിന് വളരെയധികം ദേഷ്യമുണ്ടാകാം. ഈ പെൺകുട്ടി നടത്തിയതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ ഞാൻ മുതിരുന്നില്ല, അതിന് കഴിയുകയുമില്ല. പക്ഷേ അത് ഈ റയറസ്റ്റ് ഓഫ് ദ റയർ ആയിട്ട് വരുന്നോ ഇല്ലയോ എന്നുള്ളത് വളരെ വ്യക്തമാണ് നിയമത്തിൽ. നേരത്തെ കമാൽ പാഷ സാർ പറഞ്ഞ ആർഗ്യുമെന്റിനെ ഒരിക്കലും ആർട്ടിക്കിൾ 142 കൊണ്ട് ശ്രീമതി നിഷ പറഞ്ഞതുപോലെ കൗണ്ടർ ചെയ്യാൻ കഴിയില്ല. 142 എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിക്ക് മാത്രം അനുവദനീയമായിട്ടുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എടുത്ത് വിനിയോഗിക്കുവാൻ കഴിയുന്ന അപൂർവ അധികാരമാണ്. അപ്പൊ അതൊന്നും ഇവിടെ ആപ്ലിക്കബിൾ അല്ല. ഒരു നിയമജ്ഞൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ന്യായാധിപനായിരുന്നപ്പോ ഏറ്റവും സത്യസന്ധമായിട്ടും ധീരമായിട്ടും ആരുടെയും മുഖം നോക്കാതെ, ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ നീതി നടപ്പാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്ന് അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് വ്യക്തിപരമായിട്ട് ബോധ്യമുള്ള കാര്യമാണ്.